അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പള്ളിയാളി വിളവിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. റമദാൻ എന്ന വാക്കിന് കഠിനമായ ചൂട് എന്നൊരർത്ഥം കൂടിയുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പരിശുദ്ധ റമദാൻ മാസം നമ്മളിലേക്ക് ആഗതമാവുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വ്രതത്തിൻ്റെ പരിശുദ്ധിയിലൂടെ ശാരീരികമായ ആരോഗ്യാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകേണ്ട, വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. പകല് മുഴുവനും നോമ്പ് നോറ്റ് അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ച് വേണ്ടാത്ത വിചാരങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന്, ചിന്തകളിൽ നിന്ന് മാറി നിന്ന് നന്മകളൊക്കെ ചെയ്ത് ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധീകരിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് വിശ്വാസികൾ കടന്നു പോകാൻ അവർ തയ്യാറായി നിൽക്കുന്നത്. ഈ സമയത്ത് വളരെയധികം ചൂടുള്ള കാലാവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ഇളവുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ മാർഗങ്ങളുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയും. ചൂടുള്ള കാലത്ത് പരിശുദ്ധ റമദാനിൽ നോമ്പ് നോൽക്കുമ്പോൾ വിശ്വാസികളല്ലാത്ത കുറേ ആളുകളൊക്കെ നോമ്പനുഷ്ഠിക്കാറുണ്ട്. അവരൊക്കെ ശ്രദ്ധിക്കേണ്ട പൊതുവായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ നമ്മൾ സംരക്ഷിക്കണം എന്നതാണ്. പ്രയാസങ്ങളുണ്ട് എന്ന് കരുതി ചെറിയ പ്രയാസങ്ങൾക്കൊന്നും നോമ്പ് ഒഴിവാക്കാൻ പാടില്ലല്ലോ. കഠിനമായ പ്രയാസങ്ങളിലൂടെ കടന്നുപോയവരാണ് നമ്മുടെ മുൻഗാമികൾ. ഞാൻ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ ഒരു ചരിത്രം കണ്ടു. ആമിർ ബിൻ അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന സ്വഹാബി മരണത്തോടടുത്തിരിക്കുന്ന ഘട്ടം, കണ്ണുകളിൽ തുരുതുര ചാലിട്ടൊഴുകുന്ന കണ്ണുനീര്, മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് അസുഖബാധിതനായി ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുമ്പോൾ അയാൾ കരയാൻ. അപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു, എന്തിനാണ് ആമിർ എന്നവരെ നിങ്ങൾ കരയുന്നത്? മഹാനവറുകൾ പറഞ്ഞ മറുപടി വളരെയധികം ചിന്തിക്കേണ്ടൊരു മറുപടിയാണ്. അവർ പറഞ്ഞത്, മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഞാൻ മരണപ്പെട്ടു പോവുകയാണല്ലോ, എൻ്റെ മഹ്ശറ എങ്ങനെയായിരിക്കും, എൻ്റെ ഖബർ എങ്ങനെയായിരിക്കും എന്നൊന്നും ആലോചിച്ച് ബേജാറായി വെപ്രാളപ്പെട്ടുകൊണ്ടല്ല ഞാൻ കരയുന്നത്. പകരം ഞാൻ കരഞ്ഞു പോകുന്നതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, നല്ല അത്യുഷ്ണമുള്ള സമയത്ത് നോമ്പ് നോറ്റ് അതിൻ്റെ നട്ടുച്ചയിൽ ശക്തമായ ദാഹം അനുഭവപ്പെടുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു നിർവൃതിയുണ്ട്. ആ നിർവൃതി എനിക്ക് ലഭിക്കില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ആമിർ എന്നവർ പറയുകയാണ്. മറ്റൊന്ന് മഹാനവറുകൾ പറയുന്നത്, അതിയായ ശൈത്യമുള്ള സമയത്ത്, തണുപ്പുള്ള സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ രോമകൂപങ്ങളിലൂടെ തണുപ്പ് ഇരച്ചു കയറുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖമുണ്ടല്ലോ, ഒരു നിർവൃതിയുണ്ടല്ലോ, അത് എനിക്ക് അനുഭവിക്കാൻ കഴിയുകയില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന്. അപ്പോൾ മുൻഗാമികളായ ആളുകൾ അങ്ങനെയാണ് ചിന്തിച്ചത്. ചൂട് കൂടുമ്പോൾ നാട് വിട്ടു പോകാൻ, അല്ലെങ്കിൽ ചൂട് കൂടുമ്പോൾ എങ്ങനെയെങ്കിലും നോമ്പ് ഒഴിവാക്കാനുള്ള മാർഗം തേടാൻ, അങ്ങനെയല്ല അവരൊക്കെ ചിന്തിച്ചത്. ശക്തമായ ദാഹവും വിശപ്പും സഹിച്ച് നോമ്പ് നോൽക്കുന്നതിൽ അവരൊരു സായുജ്യം കണ്ടെത്തി, അവരൊരു സന്തോഷം കണ്ടെത്തി എന്നതാണ് അവരുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് നോമ്പ് നോൽക്കുമ്പോൾ അതിന് പ്രതിഫലവും ഒരുപാട് ലഭിക്കും. അങ്ങനെ നമ്മൾ വിശ്വസിക്കണം. അത് മാത്രമല്ല, ഒരു ഹദീസിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അബൂദർദാ എന്നവർ റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാം. മുത്തഫിഖുൻ അലൈഹി ആയിട്ടുള്ള ഒരു ഹദീസാണ്. അതായത് ബുഖാരി മുസ്ലിമൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി കണ്ട അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ്. അൻ അബൂദർദാ റളിയല്ലാഹു അൻഹു ഖാല ഖറജ്നാ മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഷഹ്ർ റമളാൻ. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാൻ, ഞങ്ങൾ നബിയോടുകൂടെ ഒരു റമദാൻ മാസം പുറപ്പെട്ടു. എപ്പോൾ? ഫി ഹരിൻ ഷദീദ്, ശക്തമായ ചൂടുള്ള സമയത്ത്. മക്കയുടെ മണൽത്തരികളെക്കുറിച്ച് നമുക്കറിയാലോ. ചുട്ടുപൊള്ളുന്ന മണൽത്തരി, എങ്ങും മരുഭൂമിയാണ്. ഒരു തണൽ വൃക്ഷം കിട്ടാൻ കിലോമീറ്ററുകൾ നടന്നു പോകേണ്ട സ്ഥിതിയാണ്. അത്രക്കും ചൂടുള്ള മരുഭൂമിയിലൂടെ പുണ്യനബിയുടെ കൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവാൻ. ഹത്താ ഇൻ കാന അഹദുനാ ലയളഉ യദഹു അലാ റഅസിഹി മിൻ ശിദ്ദത്തിൽ ഹർറ്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഞങ്ങളെ സ്വഹാബികൾ വല്ലാതെ ചൂടുള്ള ഈ സമയത്ത് ഞങ്ങളുടെ കൈയെടുത്ത് ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ടാണ്, ചൂടിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. വേറൊന്നുമില്ല. ഇന്നത്തെ പോലെ കുട ചൂടാനില്ല, AC ഉള്ള കാറില്ല, അല്ലെങ്കിൽ സൗകര്യമുള്ള മറ്റു വാഹനങ്ങളില്ല. ഒട്ടകപ്പുറത്ത് കയറിയാലും ചൂട് സഹിക്കണം. അപ്പോൾ അങ്ങനെയൊന്നും സൗകര്യങ്ങളില്ലാത്തൊരു കാലത്ത് ഞങ്ങളിങ്ങനെ തലയിൽ കൈവച്ച് ഇങ്ങനെ ചൂടിനെ ഞങ്ങളാൽ കഴിയുന്ന വിധം പ്രതിരോധിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവാൻ. വമാ ഫീനാ സ്വാഇമുൻ ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബ്ദുല്ലാഹി ബിൻ റവാഹ. അന്ന് നോമ്പ് നോറ്റവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് പുണ്യ റസൂലും അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവും മാത്രമായിരുന്നു എന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാൻ. ആ റസൂലുള്ളാഹിൻ്റെ
അത്രയും ശക്തമായ ചൂടിൽ ഒരു ഇലയുടെ മറ പോലുമില്ലാതെ, ഒരു കുടയുടെ അഭയം പോലുമില്ലാതെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത പുണ്യനബിയുടെ ശിഷ്യന്മാരും അവർ പഠിപ്പിച്ചു തന്ന ചര്യകളും അവർ പഠിപ്പിച്ചു തന്ന പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ റമദാനിനെ വരവേൽക്കാൻ നിൽക്കുന്നത്. റമദാനിൻ്റെ പോരിശകൾ പറയല്ല, നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യതപ്പെട്ടവരാണ്. നന്നായി വെള്ളം കുടിക്കണം. രാവിലെയും രാത്രിയുമൊക്കെ വെള്ളം കുടിക്കുക. ഫജറിന് മുമ്പ് വെള്ളം കുടിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അതേപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് കരിച്ചതും പൊരിച്ചതൊക്കെ കുറേ മാറ്റിവെച്ച് ഫ്രൂട്ട്സുകളോ ശരീരത്തിന് വെള്ളം നൽകുന്ന നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ നന്നായി പാനീയങ്ങളും മറ്റുമൊക്കെ ധാരാളമായി കുടിച്ച് ശരീരത്തെ ആരോഗ്യത്തോടു കൂടി നിലനിർത്തുക. കാരണം ഈ ശരീരം നമുക്ക് എല്ലാ കാലത്തും നമ്മുടെ കൂടെ വേണ്ടതാണ്. അപ്പോൾ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണം. നന്നായി വെള്ളം കുടിക്കണം. ചൂടുള്ള കാലാവസ്ഥകളിൽ, പകൽ സമയങ്ങളിൽ, നട്ടുച്ച നേരങ്ങളിലൊക്കെ വെറുതെ പുറത്തിറങ്ങി ഇങ്ങനെ വെയിൽ കൊള്ളുന്ന ശീലം, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ നമ്മൾ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തി അതിയായ ചൂടുള്ള ഉച്ചകളിലൊക്കെ തണലത്തേക്ക് മാറി നിന്ന് വിശ്രമിക്കാനുള്ള സമയം കണ്ടെത്തണം. അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട ജോലികളുണ്ടെങ്കിൽ അത് രാവിലെ എഴുന്നേറ്റ് ഒരു 8, 9, 10 മണിയാകുമ്പോഴേക്ക് തീർക്കുന്ന രൂപത്തിലൊക്കെ ചെയ്ത് നമ്മുടെ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് രാവിലെ ഉറങ്ങുന്ന ആ ശീലമൊക്കെ മാറ്റി ചൂടുള്ള ആ സമയത്തൊക്കെ ഉറങ്ങാനൊക്കെ ഉപയോഗിച്ച് രാവിലെയുള്ള നല്ല സമയത്ത് നമ്മുടെ ജോലികളൊക്കെ തീർത്ത് അധിക നേരം അടുപ്പിൻ്റെ അടുത്തൊക്കെ പോയി ചിലവഴിക്കാതെ ചൂടുമായി ഇടപഴകാതെ, സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇന്ന് ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം. ഗ്യാസ് അടുപ്പ്, അതേപോലെയുള്ള അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നവർ, അതിനുള്ള ശേഷിയുള്ള ആളുകൾ അതൊക്കെ ഉപയോഗിച്ച് ഈ പരമാവധി ശരീരത്തിൻ്റെ അധ്വാനം കുറച്ചുകൊണ്ട് റമദാനിന് നമ്മൾ നോറ്റ നോമ്പിന് ഒരു ക്ഷീണം വരാത്ത നിലക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ജാഗ്രത വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. വെള്ളം എന്ന് പറയുന്നത് വളരെ അമൂല്യമാണ്. അള്ളാഹു അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് മഴ വർഷിച്ചു തരുന്നത് ഞാനല്ലാതെ മറ്റാരാണ്? ഈ വെള്ളം എങ്ങാനും ഭൂമിയിൽ തീർന്നു പോയാൽ, ഇതൊക്കെ ഭൂമിയുടെ ഉള്ളിലേക്ക് ആഴ്ന്നു പോയാൽ പിന്നെ ആരാണ് നിങ്ങൾക്ക് വെള്ളം കൊണ്ടുതരിക? അങ്ങനെയൊക്കെ പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വളരെ അമൂല്യമായ വെള്ളം സൂക്ഷിച്ചുപയോഗിച്ചുകൊണ്ട് റമദാൻ കഴിയുന്നത് വരെ നമ്മുടെ ബാഹ്യമായ നമ്മുടെ ആവശ്യങ്ങൾക്ക് കുറവ് വരാതെ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ ചെറിയ ഒരു ഉപദേശമല്ല, ഒരു ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.